ഞാൻ രാവിലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് തായ്ലൻഡ് ബാങ്കോക്കിലെ അതിപ്രശസ്തമായ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ കാണാനാണ്. പോകുന്ന വഴിനീളെ ഉള്ള കടകളിൽ ഇതുപോലെയുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുതരം വസ്ത്രങ്ങൾ തൂക്കിയിട്ടിട്ട് കാണാം. തായ്ലൻഡിലുള്ള മിക്ക ക്ഷേത്രങ്ങളിൽ പോയാലും ഇതുപോലെയുള്ള വസ്ത്രങ്ങൾ ധരിച്ച സ്ത്രീകളെയും പുരുഷന്മാരെയും കാണാം. ഹായ് ഫ്രണ്ട്സ്, വീസാൻ വ്ളോഗ്സ് വസന്തയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തായ്ലൻഡിലെ അതിപ്രശസ്തമായ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ കാണാനാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബുദ്ധിസ്റ്റ് ടെമ്പിളിൻ്റെ പേര് വാറ്റ് അരുൺ രാച്ചാവാരാരം എന്നാണ്. വാറ്റ് എന്നാൽ ക്ഷേത്രം, അമ്പലം, ടെമ്പിൾ എന്നൊക്കെയാണ് ഇവിടുത്തെ അർത്ഥം. അല്ലാതെ നമ്മുടെ വാറ്റ് ചാരായവുമായി യാതൊരു ബന്ധവും ഇവിടുത്തെ ബുദ്ധിസ്റ്റ് ടെമ്പിളിന് ഇല്ല കേട്ടോ. തായ്ലൻഡ് ബാങ്കോക്കിലെ തോൻപുരി പ്രവിശ്യയിൽ ചായോ ഫ്രിയ നദിയുടെ പടിഞ്ഞാറേ കരയിലാണ് വാറ്റ് അരുൺ രാച്ചാവാരാരം എന്ന ബുദ്ധിസ്റ്റ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. വാറ്റ് അരുൺ രാച്ചാവാരാരം എന്ന ഈ ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഉദയസൂര്യൻ്റെ ക്ഷേത്രം എന്നുകൂടി അറിയപ്പെടുന്നു. 17-ാം നൂറ്റാണ്ടിൽ ഖമർ ആർക്കിടെക്ചറൽ സ്റ്റൈലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൽ മോടി കൂട്ടുവാനായിട്ട് കംബോഡിയയിൽ നിന്നും ചൈനയിൽ നിന്നും കൊണ്ടുവന്ന വളരെ വ്യത്യസ്ത തരത്തിലുള്ള ഗ്ലാസുകളാണ് പതിപ്പിച്ചിട്ടുള്ളത്. ഉദയസൂര്യൻ്റെ അരുണകിരണങ്ങൾ ഈ ഗ്ലാസ് കഷ്ണങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. മിസൈൽ ആകൃതിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന് വാറ്റ് അരുൺ എന്ന പേര് ലഭിച്ചത് ഹിന്ദു ദൈവമായ അരുണിൻ്റെ പേരിൽ നിന്നുമാണ്. 82 മീറ്റർ നീളമുള്ള ഈ ക്ഷേത്രഗോപുരം തായ്ലൻഡിൻ്റെ ഒരു പ്രതീകാത്മകമായ അടയാളമാണ്. തായ്ലൻഡിൽ വന്നാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് വാറ്റ് അരുൺ രാച്ചാവാരാരം എന്ന ഈ ബുദ്ധിസ്റ്റ് ടെമ്പിൾ. എന്നാൽ നമുക്ക് പോയി കണ്ണിറയെ ഇതിൻ്റെ മനോഹാരിത കണ്ടിട്ട് വരാം അല്ലേ.
പലതരത്തിലുള്ള ബുദ്ധപ്രതിമകളും സുവനീറുകളും ഒക്കെ വിൽക്കുന്ന ഒരുപാട് കടകൾ ഇവിടെയുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. ഈ ബുദ്ധിസ്റ്റ് ടെമ്പിൾ കാണാൻ വളരെ രാവിലെ തന്നെ വരണം. കഴിയുന്നതും 9 മണിക്ക് തന്നെ എത്താൻ ശ്രമിക്കണം. ഭയങ്കര വെയിലും ചൂടും ഒക്കെയാണ് ഇവിടെ. തൊപ്പിയും കുടയും കയ്യിൽ തീർച്ചയായും കരുതണം. ഈ ടെമ്പിളിൻ്റെ ചവിട്ടുപടികൾ വളരെ കുത്തനെയുള്ളതാണ്. ആ ഗോപുരത്തിൻ്റെ മേലെ വരെ ചവിട്ടുപടികളുണ്ട്. പക്ഷേ ആർക്കും തന്നെ കയറി പോകാൻ ബുദ്ധിമുട്ടാണ്. കുത്തനെയുള്ള പടികൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ? ഇനി ഞാൻ പോകുന്നത് ഇവിടുന്ന് അധികം ദൂരെ അല്ലാതെ അതിപ്രശസ്തമായ മറ്റൊരു ടെമ്പിൾ കാണാനാണ്. ഗ്രാൻഡ് പാലസ് എന്ന പേരിലറിയപ്പെടുന്ന അതിപ്രശസ്തമായ ഒരു കൊട്ടാരം കാണാനാണ് പോകുന്നത്. ഇവിടുന്ന് 2 രീതിയിൽ നമുക്ക് ഗ്രാൻഡ് പാലസ് കാണാൻ പോകാം. ഒന്നുകിൽ ബോട്ടിൽ കയറി നദിയുടെ അപ്പുറത്തേക്ക് പോകാം, അല്ലെങ്കിൽ ഒരു ബൈക്ക് പിടിച്ച് റോഡിലൂടെ പോകാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഗ്രാൻഡ് പാലസിൻ്റെ അതിമനോഹര ദൃശ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.